ഇഡിക്ക് ജനങ്ങളിലുള്ള എല്ലാ വിശ്വാസവും പോയി. നമ്പർ ഓഫ് കേസസ് ഉണ്ട്, പക്ഷെ കൺവിക്ഷൻ ഇല്ല. അതുപോലെ തന്നെ ഒരു തരത്തിലുള്ള പ്രോസിക്യൂഷൻ കൃത്യമായിട്ട് നടപ്പാക്കുന്ന സാഹചര്യമില്ല എന്ന് പറയുന്ന സാഹചര്യമില്ലേ? അങ്ങനെ എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. എത്രയോ നിങ്ങളുടെ നേതാക്കന്മാരെ കള്ളക്കേസിൽ കുടുക്കി വെളുപ്പിച്ചെടുത്ത് ബി ജെ പി ആക്കി മാറ്റി. ബി ജെ പി ആയി മാറിയപ്പോൾ എല്ലാ ഇൻവെസ്റ്റിഗേഷനും അവിടെ അവസാനിച്ചില്ലേ? അവരെ വെളുപ്പിച്ചെടുത്ത് ബി ജെ പി നേതാവായില്ലേ? ആസാമിലെ മുഖ്യമന്ത്രി ഹേമന്ത ബിശ്വ ശർമ്മ മുതൽ നാരായണ റാണ, പ്രഫുൽ പട്ടേൽ അടക്കം എത്രയോ നേതാക്കന്മാർ നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് ഇന്ത്യയിൽ തുടരുന്ന ഏക കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ സെലക്ടീവ് പ്രോസിക്യൂഷനുമായി ഇഡിയും കസ്റ്റംസും അതുപോലെ ആദായ നികുതി വകുപ്പും എല്ലാം ഇറങ്ങി തിരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, ഞങ്ങൾക്ക് ഒരു പേടിയുമില്ല. വീണയുടെ ഹർജിയല്ല ബാംഗ്ലൂരിൽ ഹൈക്കോടതി തള്ളിക്കളഞ്ഞല്ലോ. അതെന്തിനാണ് നിങ്ങൾ പോയത്? ഒരേ വിഷയത്തിൽ അല്ലെ ഇതൊക്കെ അല്ല ഇത് അങ്ങനെയല്ല. ഏകപക്ഷീയമായി പറഞ്ഞു പോകണ്ട. നിങ്ങൾക്കെതിരായുള്ള സാമ്പത്തിക ഇടപാടിൽ ക്രമക്കേട് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഹൈക്കോടതി എക്സാലോജിക്കിന്റെ തള്ളിക്കളഞ്ഞതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾക്ക് പിണറായി വിജയനെതിരെയും മകൾക്കെതിരെയൊക്കെ അഴിമതി ആരോപണം വരുമ്പോൾ വെള്ളപൂശുക എന്നുള്ള CPM-ന്റെ എല്ലാ തവണത്തെയും പോലുള്ളത് ഇപ്രാവശ്യം നടക്കാത്തതിന്റെ ചുരുക്കാണ് നിങ്ങൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ അന്വേഷണം പിണറായി വിജയന്റെ മകളിലേക്ക് എത്തിയിരിക്കുന്നു. മകൾ ഇപ്പോൾ പ്രതിയായിരിക്കുന്നു. കാരണം ഇവിടെ രണ്ട് കമ്പനികൾ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടില്ല. താങ്കൾ തന്നെ മുൻപേ നടന്ന ഒരു ചർച്ചയിൽ പറഞ്ഞ് ഏതൊക്കെ സോഫ്റ്റ്വെയർ കൊടുത്തിട്ടുണ്ട്, MS Word കൊടുത്തിട്ടുണ്ട്, DTP കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ ഒരു ഏതൊക്കെ സോഫ്റ്റ്വെയർ കൊടുത്തിട്ടുണ്ട് എന്നുള്ള കൃത്യമായ ഉത്തരം പോലും പിണറായി വിജയന്റെ മകൾക്ക് ഇതുവരെ അവിടെ ബോധിപ്പിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. അത്തരത്തിലുള്ള ബോധിപ്പിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ പ്രതിയായിരിക്കുന്നത്. ആ പ്രതിയായതിനെ പറ്റി ചോദിക്കുമ്പോൾ ഞങ്ങൾ അന്വേഷണങ്ങൾ കുറെ കണ്ടിട്ടുണ്ട്, കുറെ അവിടെ കോൺഗ്രസ്സുകാർക്കെതിരെ എടുത്തിട്ടുണ്ട്, CPM-മാർക്കെതിരെ എടുത്തിട്ടുണ്ട്, BJP ആയിട്ടുണ്ട്. അങ്ങനെ ന്യായവാദം പറഞ്ഞു പോകാനല്ലാതെ കൃത്യമായ മറുപടി പറയാൻ നിങ്ങൾക്കാർക്കും കഴിയുന്നില്ല.